Watch India's largest kids library only on Jio Hotstar. Download the app now. മഹാരാജാവേ, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. കാലാവസ്ഥ കൂടുതലും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം ജനങ്ങൾ എല്ലാരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാം എന്ത് ചെയ്യാനാണ് ചിത്രഗുപ്ത? വെതർ കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ജോലിയല്ല. മഹാരാജാവേ, ഇതെല്ലാം നിങ്ങളുടെ ജോലിയല്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഇത് ആരാണോ ചെയ്യേണ്ടത് അദ്ദേഹം കുറച്ച് മാസത്തേക്ക് ലീവിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വേണം എന്തെങ്കിലും ചെയ്യാൻ മഹാരാജാവേ. വേറെ നിവൃത്തിയില്ല. അയ്യോ ചിത്രഗുപ്ത, ലാപ്ടോപ്പ് താഴോട്ട് വീണുപോയി. ഇനി ഞാൻ എങ്ങനെയാണ് കാലാവസ്ഥ നിയന്ത്രിക്കുക? ഇപ്പൊ നമുക്ക് ലാപ്ടോപ്പ് എടുക്കാൻ ഭൂലോകം പോകേണ്ടി വരുമല്ലോ. മോട്ടു, ഈ ഇടയ്ക്കായിട്ട് കാലാവസ്ഥ മാറുന്നത് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? ഈ കൊല്ലം ഈ സമയത്ത് സ്നോഫോൾ വരെ വരുന്നുണ്ട്, കണ്ടോ? ആരാടാ എന്റെ തലേത്? പത്ലു, അതെന്താണ്? അല്ല, ഇതൊരു ലാപ്ടോപ്പ് ആണല്ലോ. പൊളിച്ചേ. മോട്ടു, ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. മോട്ടു, ഇത് ആരുടെയെങ്കിലും കയ്യിൽ നിന്നും അറിയാണ്ട് വീഴുന്നു പോയതായിരിക്കും. പത്ലു, ഈ ലാപ്ടോപ്പ് ആരുടെയെങ്കിലും ആണെങ്കിൽ അവരന്വേഷിച്ച് വരുമ്പോ നമുക്കിത് കൊടുക്കാലോ. അതുവരെ നമുക്ക് നമ്മുടെ സ്റ്റോറിയൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നേ. ഇത് കണ്ടില്ലേ എന്ത് രസമുണ്ടെന്ന്? ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യുന്ന സുഖം ഒന്ന് വേറെ തന്നെയാ എന്റെ പത്ലു. അതെ മോട്ടു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ലാപ്ടോപ്പ് നിന്റേതാണോ? അതെ ബോക്സർ ചേട്ടാ, ഇത് എന്റെ തന്നെയാണ്. ഞാൻ സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ തലയിലെ ഒരു പുതിയ സ്റ്റൈല് കാണുന്നില്ലേ? അതെല്ലാം നിന്റെ ലാപ്ടോപ്പ് കാരണം സംഭവിച്ചതാണ്. നിനക്കറിയോ? നീ മുകളിലേക്ക് പോയിട്ട് നിന്റെ കഥയൊക്കെ എഴുതിക്കോ. എന്നാ പിടിച്ചോ. മോട്ടു, സമോസകൾ തണുത്തുപോയി. എന്ത് രസമുള്ള മണമാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് വയറ് നിറച്ച് കഴിച്ചാലോ? എന്ത് കെട്ടപ്പായത്? ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ള യമരാജനെ പോലെയും ചിത്രഗുപ്തനെ പോലെയും ഉണ്ടല്ലോ കാണാൻ. അതിലെന്താ സംശയം? നമ്മൾ ശരിക്കുള്ള യമരാജനാണ്. കേട്ടോ മോട്ടു, കേട്ടോ ചായക്കടക്കാരാ, ഇദ്ദേഹം ശരിക്കുള്ള യമരാജനാത്രേ. ശരിയാണ്, ഇങ്ങനെ വേണം ക്യാരക്ടറിൽ തന്നെ ജീവിക്കാൻ. ഐഡിയ. പത്ലു, എന്തുകൊണ്ട് ഞാനൊരു യമരാജന്റെ കഥ എഴുതിക്കൂടാ? ഇത് നമ്മുടെ ലാപ്ടോപ്പ് ആണല്ലോ ചിത്രഗുപ്ത, നമ്മുടെ ലാപ്ടോപ്പ്. അതെ യമരാജാവേ, ഇത് നിങ്ങളുടെ ലാപ്ടോപ്പ് ആണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് തരൂ. പ്രൂഫോ? ഏതു തരത്തിലുള്ള പ്രൂഫ്? ഇത് നമ്മൾക്ക് സാക്ഷാൽ ദൈവം തമ്പുരാൻ തന്നെ തന്നതാണ്. സംശയമുണ്ടോ? ദൈവം കൊടുത്തത്ര ലാപ്ടോപ്പ്. ചിത്രഗുപ്ത, ഇവന്മാരെ രണ്ടുപേരും പറഞ്ഞു മനസ്സിലാക്ക്. നമ്മൾക്ക് ദേഷ്യം വന്നാൽ ഇവിടെ പ്രളയമായിരിക്കും ഉണ്ടാവണത്. അല്ല, ഇതിനേക്കാളും വലിയ തമാശ എന്തിരിക്കുന്നു? ഇതുപോലെ മിന്നലും മഞ്ഞുമഴയും ഒക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ലേ എന്റെ ഡ്യൂപ്ലിക്കേറ്റ് യമരാജാവേ. നമ്മള് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വിളിച്ചോ? ഇപ്പൊ പറഞ്ഞു മനസ്സിലാക്കി തരാം. ലാപ്ടോപ്പ് തിരിച്ചതാ. ഇല്ല, തരില്ല. ഇനി ഈ ലാപ്ടോപ്പ് നിങ്ങളുടെ ആണെങ്കിൽ അതിന് എന്താണ് തെളിവുള്ളത്? പറ. ഇല്ല മഹാരാജാവേ. നമ്മൾ കേൾക്കേണ്ടായി, നിനക്ക് സമോസ വളരെ ഇഷ്ടമാണെന്ന്. എങ്കിൽ ഇന്നാ പിടിച്ചു, നമ്മൾ നിനക്ക് ഒരു സമോസയുടെ പരം തന്നെ ദാനം ചെയ്യാം. നിൽക്കുമോ
മോട്ടു, വേണ്ട മോട്ടു, നിക്ക്. ഇവർ നമ്മുടെ രണ്ടുപേരെയും ഹിപ്നോട്ടൈസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ സമോസയുടെ മരം കാണാൻ പറ്റുന്നത്. സമൂസയുടെ മരം ഇപ്പൊ കാണുന്നുണ്ടല്ലോ. ഞാൻ ചെന്നിട്ട് ആദ്യം കുറച്ച് സമൂസ കഴിക്കട്ടെ. സമൂസ താങ്ക് യു കേട്ടോ, താങ്ക് യു. കഴിച്ചു കഴിഞ്ഞോ സമോസ? എന്നാ മോട്ടോ ഇവിടുന്ന് ഇറങ്ങിക്കോ. അവന്മാരുടെ പുറകെ ഓടാം. പൊളിച്ചടുത്തല്ലോ. യമധർമ്മരാജാവിന് ലാപ്ടോപ്പ് വേണമെന്നോ? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇങ്ങനൊരു കാര്യം കേട്ടിട്ടേ ഇല്ല. അതേന്നേ, നമ്മുടെ ക്ഷമയുടെ പരിധി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ നിനക്ക് അവസാനത്തെ അവസരം തരുന്നു. നിങ്ങളുടെ കഥ എഴുത്ത് തീർത്തിട്ട് നമ്മളുടെ ലാപ്ടോപ്പ് തിരിച്ചു തരിക. ശരി ശരി, ദേഷ്യപ്പെടല്ലേ. മോട്ടു എന്റെ ചങ്കയുണ്ട് ബ്രോ. ഇതുവരെ നീ എത്ര സ്റ്റോറി എഴുതിയിട്ടുണ്ടെന്ന് കാണിക്കേ. ഓക്കെ ഓക്കെ ഓക്കെ, കേട്ടോളൂ ഞാൻ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. വൺസ് അപ്പോൺ എ ടൈം. മോട്ടു ശരിയാണ്. പൊളിച്ചടുത്തല്ലോ. മോട്ടത് മുഴുവനൊന്ന് വായിച്ചേ നീ. അല്ല, ഞാൻ ഇത്രയും നേരമായിട്ട് ഇതേ ടൈപ്പ് ചെയ്തുള്ളൂ. ചിത്രഗുപ്ത, ഇങ്ങേര് കാലത്ത് തൊട്ട് ഇത്ര മാത്രമേ എഴുതിയിട്ടുള്ളൂ. അങ്ങനെയാണ് മുഴുവൻ കഥ എഴുതാനായിട്ട് എത്ര നാൾ ഇയാൾ പിടിക്കും? എത്ര വർഷം എടുക്കും? വലിയേട്ടാ, എന്തിനാ നിങ്ങൾ ദേഷ്യം പിടിക്കുന്നത്? ഇനി ഞങ്ങൾ യുദ്ധം പയറ്റാൻ പോവുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ ലാപ്ടോപ്പ് കൈവശം നേടിയേ അടങ്ങൂ. യുദ്ധം ചെയ്യാനാണെങ്കിൽ വന്നോളൂ. ഈ മോട്ടു തയ്യാറാണ്. മഹാരാജാവേ, നിങ്ങൾ നോർമൽ മനുഷ്യനായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ആടാ. ഹോയ്, 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 ഹോയ്. മഹാരാജാവേ, മഹാരാജാവേ, നിങ്ങൾ നല്ലോണം യുദ്ധം ചെയ്തും ശ്രമിച്ചു നോക്കി. ഇനി എന്താണെങ്കിലും ശരി, ഇവൻ ലാപ്ടോപ്പ് തരുമെന്ന് തോന്നുന്നില്ല. എന്റെ മനസ്സിൽ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഇപ്രാവശ്യം നിങ്ങൾ എങ്ങനെയെങ്കിലും ലാപ്ടോപ്പ് മേടിക്കുമെന്നാണ്. ഒട്ടു, നാം നിങ്ങൾ കഥ തീർക്കുന്നിടം വരെ കാത്തിരുന്നോളാം. അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ നമ്മുടെ ലാപ്ടോപ്പ് ഉടനെ തിരിച്ചു വന്നേക്കണം. എഴുതിക്കോ എഴുതിക്കോ എഴുതിക്കോ, മര്യാദയ്ക്ക് എഴുതട്ടെ കഥ. അതിനുശേഷം സംഭവിച്ചത്, അതിനുശേഷം എന്താ സംഭവിച്ചത്? ഇത് ശരിയാണ്. അങ്ങനെ അവൻ അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അങ്ങനെ ഇവിടെ ഈ കഥ ദി എൻഡ്. മോട്ടോ, ഇത്രയും വേഗം ടൈപ്പ് ചെയ്യാൻ നീ എപ്പോഴാ പഠിച്ചേ? ഒറ്റ അടിക്ക് നിർത്താണ്ടാണല്ലോ നീ ഇത്രയും ടൈപ്പ് ചെയ്തത്. എനിക്കും അറിയില്ലായിരുന്നു പത്തലു. എന്റെ തലയ്ക്കകത്ത് പെട്ടെന്ന് ഒരുപാട് ഐഡിയകളല്ലേ പൊട്ടിപ്പുറപ്പെട്ടത്. കഥ വരുന്നു, ടൈപ്പ് ചെയ്യുന്നു, കഥ വരുന്നു, ടൈപ്പ് ചെയ്യുന്നു, കഥ ടൈപ്പ്. ഇപ്പൊ എങ്ങനെ ഞാൻ ഈ ലാപ്ടോപ്പ് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കുക? എനിക്ക് എന്റെ ഈ സ്റ്റോറിയൊക്കെ പ്രിന്റ് ഔട്ട് എടുത്തല്ലേ പറ്റൂ. അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ടെന്നേ. ഇതിന്റെ പ്രിന്റ് ഔട്ട് ഞങ്ങൾ തന്നെ എടുത്തു തരാന്നേ. ഞങ്ങളുടെ അടുത്ത് ലേസർ പ്രിന്റർ ഉണ്ട്. ദുർജൻ സിംഗ് മരിക്കേണ്ട സമയം ഇന്ന് രാവിലെ 10 മണി. നൂർലാലിന്റെ മരണം. ഇല്ല ഇല്ല ഇല്ല, ഇത് തെറ്റായ പ്രിന്റ് ഔട്ട് ആണ്, മാറിപ്പോയതാണ്.
എന്നാ നിങ്ങളുടെ പ്രിന്റ് ഔട്ട്. അതേ ഡ്യൂപ്ലിക്കേറ്റ് ചിത്രഗുപ്ത, ഈ ആൾക്കാരുടെ ജീവൻ എടുക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയാ? ഇതിൽ യാതൊരു അർത്ഥവും ഇല്ല. ഇപ്പൊ നിങ്ങൾ ഈ ലാപ്ടോപ്പ് യമരാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കൂ. പിന്നീട് നിങ്ങൾക്ക് എല്ലാം താനെ മനസ്സിലായിക്കോളും. ഇന്ന് വാങ്ങിച്ചോളൂ. ദാ. ഇപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പുറത്തേക്ക് വരൂ. ഹോയ്, 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 ഹോയ്. ഏ, നിങ്ങൾ ശരിക്കുമുള്ള യമരാജനാണെന്ന് എനിക്ക് വിശ്വാസം വന്നു. ഞങ്ങളോട് ക്ഷമിക്കൂ യമരാജാവേ. ആ ഇപ്പോഴെങ്കിലും മനസ്സിലായില്ല നിങ്ങൾക്ക്? ശരി, ഇപ്പൊ ഞങ്ങൾക്ക് പോകാൻ സമയമായി. ഹോയ്, ഹോയ്. Watch India's largest kids library only on Geo Hotstar. Download the app now.